ടി.പി. കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കോടതിയുടെ നിർദ്ദേശം. കണ്ണൂർ മെഡിക്കൽ കോളേജിനോടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യത്തിൽ കോടതി തീരുമാനമെടുക്കും. പി. ബാലഗോപാലുണ്ട്. ബാലു, ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതിന്റെ കൂടി തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് അനുബന്ധിച്ച് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്? ബാലു, കേരള ഹൈക്കോടതി ശിക്ഷിച്ച ടി.പി. കേസിൽ ശിക്ഷിച്ച ജ്യോതി ബാബു തൻ്റെ ആരോഗ്യനില ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത്. തുടർന്ന് സംസ്ഥാന സർക്കാർ ജ്യോതി ബാബുവിൻ്റെ ആരോഗ്യനില പരിശോധിക്കുകയും അദ്ദേഹത്തിന് ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് എന്നും പക്ഷേ ജയിലിൽ അതിന് വേണ്ട ചികിത്സ നൽകുന്നുണ്ട് എന്നും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. മെറിറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ ജ്യോതി ബാബുവിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ എസ് നാഗമുത്തുവും അഭിഭാഷകൻ ജി പ്രകാശും കോടതിയിൽ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ 2 വൃക്കകളും ഈ തകരാറിലാണ്. വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഈ ജ്യോതി ബാബുവിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജിനോടാണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കണം. 10 ദിവസത്തിന് ശേഷം ജ്യോതി ബാബുവിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുവാനും സുപ്രീം കോടതി ഇന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ജ്യോതി ബാബുവിന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞിരുന്നത് ഇടക്കാല ജാമ്യം 3 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണം. ആ സമയത്ത് ഈ വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തുടർന്ന് ഈ കോടതി ചോദിച്ചത് ഈ നിങ്ങൾക്ക് വൃക്ക നൽകുന്നതിനുള്ള ദാതാവിനെ തയ്യാറായിട്ടുണ്ടോ, അതുൾപ്പെടെ വലിയ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ജയിലിൽ ചികിത്സയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നൊക്കെ കോടതി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോഗ്യസ്ഥിതി അതീവ മോശമാകുന്നു എന്ന് പറഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ജ്യോതി ബാബുവിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. പി. ബാലഗോപാലാണ് ഇവരെ നൽകിയ ടി.പി. കേസ് പ്രതി ജ്യോതി ബാബുവിന്റെ ആരോഗ്യനില പരിശോധിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.